സാമൂഹ്യ സേവന രംഗത്ത് വീണ്ടും ഒരു കയ്യൊപ്പുമായി മയ്യിൽ ലയൺസ് ക്ലബ്. ക്ലബിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ തറക്കല്ലിടൽ കർമ്മം കരിങ്കൽക്കുഴി പാടിക്കുന്നിൽ നടന്നു. സാമൂഹ്യ സേവന രംഗത്ത് വീണ്ടും ഒരു മാതൃകയായി മയ്യിൽ ലയൺസ് ക്ലബ്. ലയൺസ് ഇന്റർനാഷണൽ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ കർമ്മം കരിങ്കൽക്കുഴി പാടിക്കുന്നിൽ നടന്നു. കൊളച്ചേരിപ്പറമ്പിലെ ദമ്പതികൾക്കാണ് ഇത്തവണ ലയൺസ് ക്ലബിന്റെ വീടൊരുങ്ങുന്നത്. ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ലയൺസ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ ടൈറ്റസ് തോമസ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇന്റർനാഷണൽ ലോകത്താകമാനം സേവന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ലയൺസ് ക്ലബ്ബുകൾക്ക് വീട് കെട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ വീട് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഇന്റർനാഷണലിൽ നിന്ന് നൽകുന്നില്ല. പലരുടെയും ധാരണ നമ്മൾ ഇന്റർനാഷണലിൽ നിന്നും കിട്ടുന്ന കോൺട്രിബ്യൂഷൻ വെച്ചാണ് നമ്മൾ ഈ പരിപാടികളൊക്കെ നടത്തുന്നതാണ്. അത് വലിയൊരു അബദ്ധധാരണയായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം ഇന്റർനാഷണൽ നൽകുന്ന സേവന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അവർ നിർദ്ദേശിക്കുന്ന 8ഓളം മേഖലയിൽ മാത്രമാണ് അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതിൽ നമ്മൾ വിഷനുണ്ട്, ഹങ്ങറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിന്നെ കാറ്റഗറി, ഡയബറ്റിസ്, പിന്നെ ക്യാൻസർ, അതുപോലെയുള്ള 8ഓളം ഏരിയകളിൽ നമുക്ക് ഇന്റർനാഷണൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രാദേശികമായി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ഓരോ വർഷം വരുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അവരുടെ ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ മെമ്പർമാരുടെ കോൺട്രിബ്യൂഷനിലൂടെയാണ് നമ്മൾ ഈ മേഖലയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ. അത് ഓരോ വ്യക്തികളും ഓരോ മെമ്പർമാരും അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഷെയറാണ് നമ്മൾ ഈ ജനങ്ങൾക്ക്, അതായത് പാവപ്പെട്ട നമ്മളിൽ നിന്നും വളരെ വിഭിന്നമായി, ഞാൻ വിഭിന്നമായി എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ താഴെത്തട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഓരോ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളാണ്. അപ്പോൾ ഇന്ന് മയ്യിൽ ക്ലബ്ബ്, നേരത്തെ നമ്മുടെ പ്രിയങ്കരനായ രാജ്മോഹൻ സാർ പറഞ്ഞു, ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെ സേവന, ആരോഗ്യ മേഖലയിലാണെങ്കിലും, അല്ലെങ്കിൽ വിശക്കുന്നതിന് ഭക്ഷണം, ഇല്ലാത്തവർക്ക് വീട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട, സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ എല്ലാവിധ ആവശ്യമായ കാര്യങ്ങൾക്കും നമ്മൾ പിന്തുണ നൽകുന്നുണ്ട്. വീട് നിർമ്മിക്കാൻ സ്ഥലം സംഭാവന ചെയ്ത വി വിനോദ്, ഗീത വിനോദ് ദമ്പതികൾ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. 3 മാസത്തിനകം പണി പൂർത്തിയാക്കി വീട് കൈമാറാൻ കഴിയുമെന്നാണ് ക്ലബിന്റെ പ്രതീക്ഷ. ഇത് 2ാം തവണയാണ് ഇത്തരത്തിൽ ലയൺസ് ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ഇതിനു പുറമെ മറ്റു വിവിധ സേവന പ്രവർത്തനങ്ങളും ക്ലബ്ബ് നടത്തി വരുന്നുണ്ട്. രോഗികൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണം, ഭക്ഷ്യക്കിറ്റ് വിതരണം, മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവയും നടത്തുന്നുണ്ട്. 2022 മയ്യിലിൽ പ്രവർത്തനമാരംഭിച്ച ക്ലബ്ബിൽ നിലവിൽ 40ഓളം മെമ്പർമാരുമുണ്ട്. ചടങ്ങിൽ കെ രമേശൻ, ദിനേശൻ, രവി കുന്നൂൽ, നവീൻ മനമോഹനൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. എ കെ രാജമോഹൻ സ്വാഗതവും കെ പി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാടിക്കുന്ന്.